തേയ്മാനം എന്നത് നമ്മുടെ സമൂഹത്തിൽ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു അസുഖമാണ്. 65 വയസ്സിന് മേലെയുള്ള 50% ആൾക്കാരിലും തേയ്മാനം സ്വാഭാവികമാണ്, അത് കണ്ടുവരുന്നുമുണ്ട്. എന്നാൽ ഇന്ന് വളരെ ചെറുപ്പക്കാരിൽ പോലും തേയ്മാനത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ശരിക്ക് എല്ലിനാണോ തേയ്മാനം, എല്ല് തേയ്മാനമാണോ സംഭവിക്കുന്നത്? അല്ല എന്നുള്ളതാണ് ഉത്തരം. ഇവിടെ 2 എല്ലുകൾക്കിടയിലുള്ള കാർട്ടിലേജ് അഥവാ തരുണാസ്ഥിക്കാണ് തേയ്മാനം സംഭവിക്കുന്നത്. 2 എല്ലുകൾക്കിടയിൽ തരുണാസ്ഥി ഉണ്ട്, അതിനാണ് തേയ്മാനം സംഭവിക്കുന്നത്. അപ്പോ ഇത് ഉണ്ടാവുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, വ്യായാമത്തിന്റെ കുറവ്. 2, അമിതവണ്ണം. ശരിയായ രീതിയിലുള്ള ഭക്ഷണമില്ലായ്മ. പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജോയിന്റിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം. ഇതൊക്കെയാണ് തേയ്മാനത്തിലേക്ക് കൂടുതലായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. ഇനി ഇതിന്റെ ചികിത്സ എങ്ങനെ ചെയ്യാം? ഇവിടെ ഞാൻ പറഞ്ഞു, തരുണാസ്ഥിയിൽ തേയ്മാനം വരുന്നു, സ്വാഭാവികമായിട്ടും ഇവിടെ ഒന്നുമില്ലാണ്ടാകുമ്പോൾ എല്ലുകൾ തമ്മിൽ അടുക്കുന്നു. ഇവിടെ വേണ്ടത് ഇതിന്റെ അലൈൻമെന്റ് കറക്ഷനാണ് ഫസ്റ്റ്. അതായത് കെയറോപ്രാക്ടീസ്, ഓസ്റ്റിയോപ്പതി തുടങ്ങിയ ചികിത്സകളിലൂടെ ഇതിന്റെ അലൈൻമെന്റ് കറക്റ്റ് ചെയ്തതിന് ശേഷം ആയുർവേദം, മർമ്മ ചികിത്സകളിലൂടെ ആ കാർട്ടിലേജിനെ റീബിൽഡ് ചെയ്യണം. എന്നതിന് ശേഷം ചില പ്രത്യേക എക്സസൈസുകൾ വഴി അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം തേയ്മാനം എന്ന അസുഖത്തിന് കാണുന്നതായിട്ടാണ് അനുഭവം.